ആരോഗ്യം അമൂല്യം. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയിലെ ആയുർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ റീജ മനോജ്. ആയുസ് മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കാനാണ് എല്ലാവരുടെയും ജീവിതാഭിലാഷം. പൊതുജനാരോഗ്യ രംഗത്തുണ്ടായ മുന്നേറ്റങ്ങളുടെ ഫലമായി ജനതയുടെ ആയുർദൈർഘ്യം വർദ്ധിച്ച് ശരാശരി ആയുർദൈർഘ്യം 75 വയസ്സാകുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യപൂർണമായ ദീർഘായുസ്സാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പിറന്നാൾ പ്രായം ക്രോണോളജിക്കൽ പ്രായത്തേക്കാൾ വളരെ കൂടുതലാണ് ഓരോരുത്തരുടെയും ബയോളജിക്കൽ പ്രായം അഥവാ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും സാങ്കേതിക പ്രായം. വൃദ്ധജനതയുടെ സാന്ദ്രത കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ വാർദ്ധക്യം ആരോഗ്യപൂർണമാക്കാൻ വേണ്ട പോംവഴികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മെല്ലെയാകും. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാം, മണം അറിയാതിരിക്കുക, ചെവി കേൾക്കാതിരിക്കുക, രസങ്ങൾ ശരിയായി തിരിച്ചറിയാൻ പറ്റാതിരിക്കുക, ത്വക്കിൽ ചുളിവും വരൾച്ചയും അനുഭവപ്പെടുക, ഇവയെല്ലാം സാധാരണമാണ്. പൊതുവെ പ്രായമാകുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനശേഷി കുറഞ്ഞുവരും. ജീവിതശൈലി രോഗങ്ങൾ ഓരോന്നായി പിടിപെടാം. എല്ല് തേയ്മാനം, സന്ധിവേദനകൾ, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, വീഴ്ചകൾ, ഉറക്കക്കുറവ്, മറവി, വിഷാദരോഗം, സ്ട്രെസ്, മലബന്ധം, മൂത്രം പിടിച്ചു നിർത്താൻ കഴിയാതിരിക്കൽ, വിശപ്പില്ലായ്മ, വയറ് സ്തംഭിക്കൽ, വയറെരിച്ചൽ, ഇവയെല്ലാം തന്നെ വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇവയൊക്കെ വരാതിരിക്കാനും വന്നാൽ തന്നെ എളുപ്പത്തിൽ നിയന്ത്രണ വിധേയമാക്കാനും ശ്രദ്ധിക്കണം. ഇവിടെയാണ് ആയുർവേദത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി പറഞ്ഞിട്ടുള്ള ദിനചര്യ, ഋതുചര്യ എന്നിവയുടെ പ്രാധാന്യം. പഞ്ചേന്ദ്രിയ സംരക്ഷണത്തിനായും ആരോഗ്യ സംരക്ഷണത്തിനായും ആരോഗ്യമുള്ള ഒരു വ്യക്തി രാവിലെ ഉറക്കമെഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതുവരെ പാലിക്കേണ്ട ശീലങ്ങളാണ് ദിനചര്യ. കാലാവസ്ഥക്കനുസരിച്ച് ശരീരത്തിലെ മാറ്റങ്ങളെ ചെറുക്കാനായി ചര്യകളിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഋതുചര്യ പറഞ്ഞു തരുന്നു. കൃത്യമായ വ്യായാമം, നല്ല ഭക്ഷണശീലങ്ങൾ, എണ്ണ തേച്ചുകുളി, ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ജീവിതശൈലി സ്വായത്തമാക്കാൻ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ ശ്രമിക്കേണ്ടതാണ്. പ്രായത്തെ അകറ്റി യുവത്വം നിലനിർത്താനുള്ള ചികിത്സകളും ഔഷധങ്ങളും ഉൾപ്പെട്ടതാണ് ആയുർവേദത്തിലെ രസായന ചികിത്സ. ശരീരത്തിലെ കോശങ്ങളെ ഡീടോക്സിഫൈ ചെയ്ത് പുനരുത്തേജിപ്പിച്ച് മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുന്നതാണ് പഞ്ചകർമ്മ ചികിത്സ. കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്ന അഭ്യംഗം അഥവാ മസാജ്, പലതരം കിഴികൾ, ധാരകൾ, ഇവയെല്ലാം തന്നെ പേശികളിലെയും സന്ധികളിലെയും രക്തസംക്രമണം മെച്ചപ്പെടുത്തി അവയെ ശക്തിപ്പെടുത്തുന്നു. ദിവസേനയുള്ള തൈലം തേച്ചുകുളി പ്രായത്തെയും ക്ഷീണത്തെയും വാതരോഗങ്ങളെയും അകറ്റുമെന്നാണ് ആയുർവേദ മതം. ദിവസേന ശരീരം മുഴുവൻ എണ്ണ തേക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളംകാലിലും തലയിലും ചെവിക്കുള്ളിലും ചുറ്റുഭാഗത്തുമായി ഉചിതമായ എണ്ണ ഉപയോഗിച്ച് തടവുന്നതും നല്ലതാണ്. പ്രായമാകുമ്പോൾ സാധാരണ കണ്ടുവരുന്ന പ്രശ്നമാണ് പേശികളുടെ അളവും ശക്തിയും താരതമ്യേന കുറഞ്ഞു വരിക എന്നത്. അതുകൊണ്ടുതന്നെ വീഴ്ചകളും ഒടിവുകളും ശാരീരക്ഷമതയും കുറഞ്ഞു വരും. അതിനാൽ തന്നെ പേശികളുടെ ശക്തിയും പിണ്ഡവും കൂട്ടാനുതകുന്ന വ്യായാമങ്ങൾ കൂടി ഈ പ്രായത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നല്ല ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടുകൂടി ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസിസ്റ്റൻസ് ബാൻഡ് വ്യായാമം, ബോഡി വെയ്റ്റ് വ്യായാമങ്ങൾ എന്നിവ ചെയ്യുന്നതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ധാരാളം പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കാനും മസാല, ഉപ്പ്, എണ്ണ, പഞ്ചസാര ഇവയുടെ അളവ് കുറച്ച് എളുപ്പം ദഹിക്കുന്ന നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം. നേരത്തെ ഉറങ്ങാൻ കിടക്കാനും ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കാനും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം. ഒറ്റപ്പെടലാണ് വാർദ്ധക്യത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം. വീട്ടിലെ പ്രായമേറിയവരോട് എപ്പോഴും സംസാരിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരുടെ ചെക്കപ്പുകൾ, ചികിത്സ ഇവ കൃത്യമായ കാലയളവിൽ ചെയ്യുക. വീട്ടിലെ സ്റ്റെപ്പുകൾ, ടൈലുകൾ, ഗ്രാബ് ബാറുകൾ ഇവ എല്ലാം പ്രായമായവരുടെ സുരക്ഷിതത്വം മുൻകൂട്ടി കണ്ട് ഡിസൈൻ ചെയ്യുക. വായന, തീർത്ഥയാത്ര, പ്രാർത്ഥന, വിനോദയാത്ര ഇവ ശീലമാക്കുക എന്നിവ കൂടി ചെയ്യുമ്പോൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടു കൂടിയ ഒരു വാർദ്ധക്യം നേടിയെടുക്കാം. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ റീജ മനോജ്.